അടുത്ത 5 ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഫലമായി 5 ദിവസം 27 മുതൽ 31 വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിശക്തമായ കാറ്റുണ്ടാകും, മഴയുണ്ടാകും, ഒപ്പം തന്നെ ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്? സിജു, ഏതായാലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാനുള്ള സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ കൂടി സ്വാധീനം ഈ കാലവർഷത്തിൽ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത 5 ദിവസവും പടിഞ്ഞാറൻ കാറ്റ് അത് കേരളത്തിന് മുകളിൽ അതിശക്തമായി തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെയ് 27 മുതൽ 30 വരെ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലിപ്പോൾ പുതുക്കിയ അലർട്ടുകൾ, അതായത് ഉച്ചയ്ക്ക് 1 മണിക്ക് വന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അലർട്ടുകൾ പ്രകാരം 29, 30 തീയതികളിൽ സംസ്ഥാന വ്യാപകമായി തന്നെ അതിശക്തമായത് മുതൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിലിപ്പോൾ മുന്നറിയിപ്പിൽ പറയുന്നത്. ഈ പുതുക്കിയ അലർട്ട് പ്രകാരം ഇന്നിപ്പോൾ 3 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ്. അതിനു പുറമെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇന്നിപ്പോൾ നിലനിൽക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നു. പക്ഷേ നാളെ മുതൽ നിലവിലിപ്പോൾ സംസ്ഥാനത്തേതായാലും ശക്തമായത് മുതൽ അതിതീവ്രമായ മഴ വരെയാണ് സംസ്ഥാന വ്യാപകമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നാളെ കൂടി കഴിയുമ്പോൾ സംസ്ഥാന വ്യാപകമായി അതിതീവ്രമായ മഴയ്ക്കുള്ളൊരു സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള മുൻകരുതൽ നടപടികൾ ഇതിനകം തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കൈമാറിയിട്ടുണ്ട്. സുജു.